ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ വിഷ്ണുരാജ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളുമാണ്. കേന്ദ്ര മന്ത്രിസഭയാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇപ്പോൾ പ്രവർത്തിക്കുന്ന കേന്ദ്ര മന്ത്രിസഭ അധികാരത്തിൽ വന്നത് 2024 ജൂൺ 9-നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ചാർജ്, മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ്, അങ്ങനെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ഓരോന്ന് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാറ്റഗറിയാണ് പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി. രണ്ടാമത്തെ കാറ്റഗറിയാണ് ക്യാബിനറ്റ് മിനിസ്റ്റർ, മലയാളമാണ്. ക്യാബിനറ്റ് മിനിസ്റ്റർ ഡെഫിനിഷനാണ് ക്യാബിനറ്റ് പദവിയുള്ള വകുപ്പ് മന്ത്രി. ഓക്കെ, ക്യാബിനറ്റ് മിനിസ്റ്റർ എൻ്റെ ഡെഫിനിഷനാണ് ക്യാബിനറ്റ് പദവിയുള്ള വകുപ്പ് മന്ത്രി. അതായത് വകുപ്പിന്റെ മന്ത്രിയാണ്, ക്യാബിനറ്റ് പദവിയുണ്ട്, ഉയർന്ന സ്ഥാനമാണ് ക്യാബിനറ്റ് പദവി എന്ന് പറയുന്നത്. അടുത്ത കാറ്റഗറിയാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ചാർജ്, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി. ഓക്കെ, ഡെഫിനിഷനാണ് ക്യാബിനറ്റ് പദവി ഇല്ലാത്ത വകുപ്പ് മന്ത്രി. വകുപ്പിന്റെ മന്ത്രിയാണ്, പക്ഷെ എന്തില്ല, ക്യാബിനറ്റ് പദവിയില്ല. ഓക്കെ, വകുപ്പിന്റെ എല്ലാ അധികാരങ്ങളും ഉണ്ട്, പക്ഷേ ക്യാബിനറ്റ് പദവിയില്ല. ഓക്കെ, അടുത്ത കാറ്റഗറിയാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, സഹമന്ത്രി, മലയാളമാണ്. വകുപ്പ് മന്ത്രിമാരെ സഹായിക്കാനുള്ള മന്ത്രി പദവി. ഓക്കെ, അപ്പോൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് സഹമന്ത്രി ഡെഫിനിഷനാണ് വകുപ്പ് മന്ത്രിമാരെ സഹായിക്കാനുള്ള മന്ത്രി പദവി. അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വലിയ പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വലിയ വകുപ്പാണ്. അതിൽ ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് 1-2 സഹമന്ത്രിമാരെ നിയമിക്കും. ഇനി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വലിയ വകുപ്പാണ്. അതിൽ ആ കേന്ദ്ര വിദേശകാര്യമന്ത്രിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് 1-2 സഹമന്ത്രിമാരെ നിയമിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകൾക്കെല്ലാം 1-2 സഹമന്ത്രിമാർ കാണും. അവരുടെ ജോലി എന്ന് വെച്ചാൽ എന്താണ്, ആ വകുപ്പ് മന്ത്രിയെ സഹായിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഈ കേന്ദ്രമന്ത്രിമാരുടെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം പഠിക്കാൻ വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റിയിട്ടാണ്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്തൊക്കെയാണ്? ഓക്കെ, ആദ്യത്തേതാണ് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഉദ്യോഗസ്ഥ കാര്യ വകുപ്പ്. അപ്പോൾ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, PERSONNEL. ഓക്കെ, ഈ പേഴ്സണലിന്റെ അർത്ഥമാണ് ഉദ്യോഗസ്ഥർ. അപ്പോൾ നമ്മളുടെ കേന്ദ്ര സർക്കാരിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും, അപ്പം നിങ്ങൾ കേന്ദ്ര സർക്കാരിൽ ഏത് പദവിയിൽ കയറിയാലും നിങ്ങളെല്ലാവരും ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരും. സംസ്ഥാനത്തും ഉണ്ട്. സംസ്ഥാനത്ത് നിങ്ങൾ PSC പരീക്ഷ എഴുതി വിവിധ തസ്തികകളിലേക്ക് കയറും. ചിലർ LGS ആയിരിക്കും, ചിലർ LD ആയിരിക്കും, ചിലർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിരിക്കും, ചിലർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിരിക്കും, ചിലർ ഹയർ സെക്കൻഡറി അധ്യാപകരായിരിക്കും. നിങ്ങൾ ഏത് പരീക്ഷ എഴുതി സർക്കാർ സർവീസിന്റെ ഭാഗമായാലും നിങ്ങൾ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലായിരിക്കും. അത് കൺട്രോൾ ചെയ്യുന്നത് മുഖ്യമന്ത്രിയായിരിക്കും. അതേപോലെ കേന്ദ്രത്തിലും നിങ്ങൾ ഏത് സർക്കാർ സർവീസ് പരീക്ഷ എഴുതി സർക്കാർ സർവീസിൽ കയറിയാലും, കേന്ദ്ര സർക്കാർ സർവീസിൽ കയറിയാലും നിങ്ങൾ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രണത്തിലായിരിക്കും. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് മലയാളമാണ് ഉദ്യോഗസ്ഥ കാര്യ വകുപ്പ്. അടുത്തത് പൊതുജന പരാതികളും പെൻഷനുകളും. ഓക്കെ, അതായത് ഇംഗ്ലീഷാണ് പബ്ലിക് ഗ്രിവൻസസ് ആൻഡ് പെൻഷൻസ്. അടുത്തത് ആണവോർജ വകുപ്പ്, അറ്റോമിക് എനർജി. അടുത്തത് ബഹിരാകാശ വകുപ്പ്, സ്പേസ്. അപ്പൊ നമുക്കറിയാം, പരീക്ഷയ്ക്ക് ചോദിക്കും കേന്ദ്ര ബഹിരാകാശ വകുപ്പ് മന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയാണ് കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ മന്ത്രി. അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട വിക്ഷേപണങ്ങൾക്കെല്ലാം പ്രധാനമന്ത്രി ആ വിക്ഷേപണ സ്ഥലത്ത് വരാറുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കേന്ദ്ര ബഹിരാകാശ വകുപ്പ് മന്ത്രി പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അടുത്തത് എല്ലാ പ്രധാന നയപരമായ വിഷയങ്ങളും. ഓക്കെ, ഓൾ പോളിസി മേക്കിംഗ് ഇഷ്യൂസ്. ഓക്കെ, ഓൾ പോളിസി മേക്കിംഗ് ഇഷ്യൂസ്, എല്ലാ പ്രധാന നയപരമായ വിഷയങ്ങൾ. ഓക്കെ, അടുത്തത് ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും. ഓക്കെ, ഓൾ പോർട്ട്ഫോളിയോസ് നോട്ട് അലോക്കേറ്റഡ് ടു എനി മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. ക്ലിയർ ആണ്? അടുത്തത് ക്യാബിനറ്റ് മന്ത്രിമാർ 30 പേർ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാബിനറ്റ് മന്ത്രിമാർ 30 പേരുണ്ട്. അവരെ ഓരോ ആൾക്കാരെ പറ്റി അറിഞ്ഞിരിക്കണം. ഓക്കെ, രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ്. ഓക്കെ, ശ്രീ രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, നമ്മുടെ ഇപ്പോഴത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. ഓക്കെ, അപ്പോൾ രാജാവായിരിക്കും പ്രതിരോധിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് രാജഭരണം ഉണ്ടായ സമയത്തൊക്കെ യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും പ്രതിരോധിക്കുന്നത്? രാജാവായിരിക്കും പ്രതിരോധിക്കുന്നത്. ഓർത്ത് വെച്ചിരുന്നാൽ മതി, രാജാവ് പ്രതിരോധം, രാജ്നാഥ് സിംഗ് പ്രതിരോധം. ഓക്കെ, ഇനി അമിത് ഷാ ആഭ്യന്തര മന്ത്രാലയം സഹകരണം. ഓക്കെ, അപ്പോൾ അമിത് ഷാ ആഭ്യന്തരം. ഓക്കെ, സംഭവം എന്ന് വെച്ചാൽ അമിത് ഷാ, അപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ മലയാള സിനിമകളിൽ സ്ഥിരം വില്ലനായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ മകൻ. ആഭ്യന്തരമന്ത്രിയുടെ മകൻ വന്നിട്ട് എന്തെങ്കിലും അമിതമായിട്ട് ഷോ കാണിക്കും, നായകൻ്റെ കൈ കൊണ്ട് മരിക്കും. ഓക്കെ, അതാണ് പഴയ സിനിമകളുടെ മിക്ക സിനിമകളുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ അമിതമായ ഷോ കാണിച്ചു, ആഭ്യന്തരമന്ത്രിയുടെ മകൻ വന്ന് അമിതമായ ഷോ കാണിച്ചു. ഓക്കെ, അതേ എന്താണ്, അമിത് ഷാ, അമിതമായ ഷോ അമിത് ഷാ. ഓക്കെ, ആഭ്യന്തര മന്ത്രാലയം സഹകരണം. അപ്പോൾ ചോദിക്കും
ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആര്? അമിത്ഷാ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയും അമിത്ഷായാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആഭ്യന്തര മന്ത്രാലയം, സഹകരണ മന്ത്രാലയം, അമിത്ഷാ. ഓക്കെ, ഇനി നിർമ്മല സീതാരാമൻ ധനകാര്യ മന്ത്രാലയം. നിർമ്മല സീതാരാമൻ ധനകാര്യ മന്ത്രാലയം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിർമ്മല സീതാരാമൻ ധനകാര്യ മന്ത്രാലയം വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്, സ്ഥിരമായി ചോദിക്കുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, നിർമ്മല സീതാരാമൻ ധനകാര്യ മന്ത്രാലയം മാത്രമല്ല, ഒരു വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. ഓക്കെ, കോർപ്പറേറ്റ് അഫയേഴ്സ്. ഇംഗ്ലീഷാണ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഇംഗ്ലീഷാണ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഓക്കെ, കമ്പനി കാര്യം എന്നും അറിയപ്പെടും. ഓക്കെ, കമ്പനി കാര്യം എന്നും അറിയപ്പെടും. കമ്പനി കാര്യം എന്നും അറിയപ്പെടും. ഓക്കെ, കോർപ്പറേറ്റ് അഫയേഴ്സ് അല്ലെങ്കിൽ കമ്പനി കാര്യം. ഓക്കെ, അപ്പോൾ ധനകാര്യ മന്ത്രാലയം, കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം, ഓക്കെ, കോർപ്പറേറ്റ് അഫയേഴ്സ്, മറ്റൊരു പേരാണ് കമ്പനി കാര്യം. ഓക്കെ, നമുക്കറിയാം ധനകാര്യ മന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എഴുതും. നമുക്കെല്ലാവർക്കും അറിയുന്ന പേരാണ്. നമ്മുടെ ഒരു വർഷം മുമ്പ് നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചു, ഹൂ ഈസ് ദ പ്രസന്റ് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്റ്റർ ഫോർ യൂണിയൻ? ഉത്തരമാണ് നിർമ്മല സീതാരാമൻ. ഇതങ്ങനെ പലരും ശ്രദ്ധിക്കാറില്ല. നിർമ്മല സീതാരാമൻ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രി കൂടിയാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പല ഉദ്യോഗാർത്ഥികൾക്കും തെറ്റിപ്പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് നിതിൻ ജയറാം ഗഡ്കരി. നിതിൻ ജയറാം ഗഡ്കരി. ഓക്കെ, റോഡ് ഗതാഗതം ദേശീയപാത മന്ത്രാലയം. ഓക്കെ, റോഡ് ഗതാഗതം ദേശീയപാത മന്ത്രാലയം. ഈ റോഡ് ഗതാഗതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉപരിതല ഗതാഗതം. ഓക്കെ, ഉപരിതല ഗതാഗതം അങ്ങനെയും ചോദിക്കും. ഓക്കെ, ഉപരിതല ഗതാഗതം. അപ്പോൾ എന്തൊക്കെയാണ് നിതിൻ ജയറാം ഗഡ്കരി? റോഡ് ഗതാഗതം ദേശീയപാത മന്ത്രാലയം. റോഡ് ഗതാഗതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉപരിതല ഗതാഗതം. ക്ലിയർ ആണ്? ഇനി ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം. ഓക്കെ, കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം ചോദിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തിടെ VBG റാംജി ബില്ല്. VBG റാംജി. അടുത്തിടെ VBG റാംജി ബില്ല് നമ്മുടെ പാർലമെന്റിൽ പാസ്സാക്കി. ഓക്കെ, നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം വന്ന നിയമമാണ് VBG റാംജി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. ഓക്കെ, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. ഇതാണ് VBG റാംജിയുടെ ഫുൾ ഫോം. അപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം വന്ന നിയമമാണ്. ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച ആളുടെ പേരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ചോദിക്കും, VBG റാംജി നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചതാര്? ശിവരാജ് സിംഗ് ചൗഹാൻ. സംഭവം എന്ന് വെച്ചാൽ കേന്ദ്ര ഗ്രാമവികസന വകുപ്പാണ് VBG റാംജി പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അതായത് അതിന് തൊഴിലുറപ്പ് പദ്ധതി ആണെങ്കിലും ശരി, VBG റാംജി ആണെങ്കിലും ശരി, മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയമാണ്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് സുബ്രഹ്മണ്യം ജയശങ്കർ വിദേശകാര്യം. നമ്മുടെ ഇപ്പോഴത്തെ യുദ്ധവും ഇപ്പോഴത്തെ ആനുകാലിക സാഹചര്യങ്ങളിലൊക്കെ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. നിലവിലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ആര്? സുബ്രഹ്മണ്യം ജയശങ്കർ. ഓക്കെ, ഇനി HD കുമാരസ്വാമി. ഓക്കെ, ഖനവ്യവസായം ഉരുക്ക്. ഇംഗ്ലീഷാണ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ. ഓക്കെ, ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ. ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ മന്ത്രിയുടെ പേരാണ് HD കുമാരസ്വാമി. ഖനവ്യവസായം, ഹെവി ഇൻഡസ്ട്രീസ്, സ്റ്റീല്, ഉരുക്ക്. ഓക്കെ, ഇനി ധർമ്മേന്ദ്ര പ്രധാൻ. വളരെ പ്രധാനപ്പെട്ടതാണ് ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാഭ്യാസം ചോദിക്കും. നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ധർമ്മേന്ദ്ര പ്രധാൻ. ഓക്കെ, ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ചോദിക്കും, വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. ഓക്കെ, ഇനി ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹ്യ നീതി ശാക്തീകരണം. ഓക്കെ, സാമൂഹ്യ നീതി ശാക്തീകരണം. ഇംഗ്ലീഷാണ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. ഓക്കെ, സാമൂഹ്യ നീതി ശാക്തീകരണം. അടുത്തത് രാജീവ് രഞ്ജൻ ഏലിയാസ് ലാലൻ സിംഗ്. ഓക്കെ, രാജീവ് രഞ്ജൻ ഏലിയാസ് ലാലൻ സിംഗ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. പഞ്ചായത്തി രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. നിങ്ങളതൊന്ന് മാർക്ക് ചെയ്തിട്ടിരിക്കണം. എന്തിനാണ് അവസാനം പറയും എന്നാൽ ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞേക്കാം. നമ്മൾ 2 മലയാളികൾ സഹമന്ത്രിമാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരാൾ ഈ വകുപ്പിൽ സഹമന്ത്രിയാണ്. അത് ആരാണെന്ന് അവസാനം പറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, മലയാളികൾ സഹമന്ത്രിമാരായിട്ടുള്ള കേന്ദ്രമന്ത്രി വരുമ്പോൾ ഞാൻ ബോക്സ് വരച്ചിടും. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യണം, കാരണം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലാലൻ സിംഗ് വകുപ്പുകളാണ് പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പം ഇത്രയും നീളമുള്ള പേരാണ് രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലാലൻ സിംഗ്. അപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥ പേരാണ് രാജീവ് രഞ്ജൻ സിംഗ്.
ജനങ്ങൾ വിളിക്കുന്ന പേരാണ് ലാലൻ സിംഗ്. അതാണ് രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലാലൻ സിംഗ്. സാഗർ ഇലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്ന പോലെ രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലാലൻ സിംഗ്. ഓക്കെ. അടുത്തത് പ്രഹ്ലാദ് ജോഷി. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം, നവപുനരുപയോഗ ഊർജ്ജം. ഓക്കെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഉപഭോക്തൃകാര്യം, കൺസ്യൂമർ അഫെയർസ്, ഭക്ഷ്യം, ഫുഡ്, പൊതുവിതരണം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, നവപുനരുപയോഗ ഊർജ്ജം. ഓക്കെ. അതിൻ്റെ ഇംഗ്ലീഷാണ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഓക്കെ. അപ്പോൾ നവപുനരുപയോഗ ഊർജ്ജം. പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ഊർജ്ജം കണ്ടെത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ ഈ വകുപ്പിൻ്റെ കീഴിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അതേപോലെ പുനരുപയോഗിക്കാൻ പറ്റുന്നത്, റീയൂസ്, നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നത്, റിന്യൂ ചെയ്യാൻ പറ്റുന്ന എനർജി ഒക്കെ ഇതിൻ്റെ ഭാഗത്താണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ന്യൂ എനർജി എന്ന്? നമ്മുടെ എന്താണ് ജമ്മു കാശ്മീരിൽ ഈ പുക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും തെർമൽ എനർജി കണ്ടെത്തി. അതായത് നമ്മുടെ ഈ ഭൂമിക്കടിയിൽ നിന്നും പ്രഷർ വരാറുണ്ട്. അതാണ് നമ്മുടെ ഈ ലാവയായിട്ട് പുറത്തേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പ്രഷർ ഉണ്ടെങ്കിൽ ലാവയാവത്തില്ല. പ്രഷർ വന്നുകൊണ്ടേ ഇരിക്കും. പക്ഷേ അത് നിങ്ങൾ ഈ അഗ്നിപർവ്വത സ്ഫോടനം കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഈ ഭൂമിക്ക് അടിയിലെ പ്രഷർ വലിയ രീതിയിൽ അടിയിൽ നിന്ന് വന്ന് പൊട്ടിത്തെറിച്ച് ലാവയായിട്ട് പുറത്തേക്ക് പോകും. അത് വലിയ പ്രഷർ ഉണ്ടാകും. ഭൂമിക്ക് അടിയിൽ നിന്ന് പ്രഷർ വരുന്നതുകൊണ്ടാണ് സംഭവം ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ പൊട്ടിത്തെറിക്കാത്ത സാഹചര്യത്തിൽ തന്നെ പ്രഷർ ഉണ്ടാകും. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ പ്രഷറിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഒരു എന്താണ് പ്രഷറിൻ്റെ മുകളിൽ നമുക്ക് ആ ടർബൈൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ പ്രഷർ അടിച്ച് ടർബൈൻ കറങ്ങും. അങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ടർബൈൻ എവിടെ വെച്ചാലും വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ജലവൈദ്യുതി പദ്ധതിയിൽ എങ്ങനെ ചെയ്യുന്നത്? ഡാം കെട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ടർബൈൻ്റെ മുകളിലേക്ക് വെള്ളം അതിശക്തമായിട്ട് തുറന്നു വിടും. അപ്പോൾ ഈ വെള്ളം വന്ന് അടിച്ച് ടർബൈൻ കറങ്ങി എന്ത് ചെയ്യും? വൈദ്യുതി ഉണ്ടാവും. ഓക്കെ. അതേപോലെ നമ്മുടെ ഈ എന്താണ് നമ്മൾ ഈ പോകുന്ന സമയത്തൊക്കെ ഈ വിൻഡ് മിൽസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ. കാണാറുണ്ട്. അതായത് നമ്മുടെ ഈ കാറ്റാടി പാടങ്ങൾ, അതായത് അതിനകത്തും ടർബൈനാണ്. കാറ്റടിച്ച് ടർബൈൻ കറങ്ങും, വൈദ്യുതി ഉണ്ടാവും. അപ്പോൾ ടർബൈൻ എവിടെ വെച്ചാലും ടർബൈൻ കറങ്ങിയ വൈദ്യുതി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ഊർജ്ജ സ്രോതസ് കണ്ടെത്തുകയാണെങ്കിൽ അതിൽ ഈ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ന്യൂ എനർജിക്കകത്താണ്, അതായത് നവ ഊർജ്ജത്തിനകത്താണ് വരുന്നത്. പുനരുപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഊർജ്ജം. ഓക്കെ. അതൊക്കെ ഈ ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം, നവപുനരുപയോഗ ഊർജ്ജം. ഓക്കെ. അടുത്തത് ഗിരിരാജ് സിംഗ്, ടെക്സ്റ്റൈൽസ്. ഒരു ക്ലൂ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മുടെ പ്രേമം സിനിമയ്ക്കകത്ത് ഗിരിരാജൻ കോഴി പുള്ളിയാണെങ്കിൽ ഓരോ സീനിനകത്ത് ഓരോ ഡ്രസ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. ഓക്കെ. പെൺകുട്ടികളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഗിരിരാജ് സിംഗ്, ടെക്സ്റ്റൈൽസ്. ഓക്കെ. അടുത്തത് മനോഹർ ലാൽ ഖട്ടർ. വകുപ്പുകളാണ് ഭവനം, നഗരകാര്യം, ഊർജ്ജം. ഓക്കെ. ഭവനം, നഗരകാര്യം, ഊർജ്ജം. ഓക്കെ. അതായത് ഹൗസിങ്, അർബൻ അഫെയർസ്, ഊർജം, എനർജി. ഹൗസിങ്, അർബൻ അഫെയർസ്, ഊർജം, എനർജി. ഓക്കെ. അപ്പോൾ നമുക്കറിയാം മെട്രോ, നമ്മുടെ കൊച്ചിയിൽ മെട്രോ ഉണ്ട്. ഈ മെട്രോ നിർമ്മാണത്തിനൊക്കെ മേൽനോട്ടം വഹിക്കുന്ന വകുപ്പാണ് നഗരകാര്യ വകുപ്പ്. അവരുടെ അനുമതി ഉണ്ടെങ്കിലേ മെട്രോ നിർമ്മിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, മെട്രോ റൂട്ടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വകുപ്പാണ് കേന്ദ്ര നഗരകാര്യ വകുപ്പ്. മന്ത്രിയുടെ പേരാണ് മനോഹർ ലാൽ ഖട്ടർ. അപ്പോൾ ഭവനം ഇംഗ്ലീഷാണ് ഹൗസിങ്, നഗരകാര്യം, അർബൻ അഫെയർസ്, ഊർജ്ജകാര്യം, എനർജി. ഓക്കെ. അടുത്തത് ജ്യോതിരാദിത്യം സിന്ധ്യ. ഓക്കെ. അടുത്ത ആളുടെ പേരാണ് ജ്യോതിരാദിത്യം സിന്ധ്യ. ഓക്കെ. അപ്പോൾ വകുപ്പുകളാണ് വാർത്താവിനിമയ മന്ത്രാലയം, കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ. വാർത്താവിനിമയ മന്ത്രാലയം, കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ. ഇനി വടക്ക് കിഴക്കൻ മേഖലാ വികസനം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം. ഓക്കെ. നോർത്ത് ഈസ്റ്റ് ഡെവലപ്മെന്റ്. ഓക്കെ. അപ്പോൾ മന്ത്രിയുടെ പേരാണ് ജ്യോതിരാദിത്യം സിന്ധ്യ. വാർത്താവിനിമയ മന്ത്രാലയം, കമ്മ്യൂണിക്കേഷൻസ്. അടുത്തത് വടക്ക് കിഴക്കൻ മേഖലാ വികസനം. അടുത്തത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. വകുപ്പുകളാണ് സാംസ്കാരികം, ടൂറിസം. ഈ മന്ത്രിയെ ബോക്സിൽ വരച്ചിടണം. കാരണം ഒരു മലയാളി ഇദ്ദേഹം കഴിയുന്ന വകുപ്പിൽ സഹമന്ത്രിയാണ്. ഓക്കെ. അപ്പോൾ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, സാംസ്കാരികം, ടൂറിസം. അടുത്തത് കിരൺ റിജിജു. വകുപ്പുകളാണ് പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ കാര്യം. ഓക്കെ. പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ കാര്യം. ഈ വ്യക്തിയെയും ബോക്സിൽ വരച്ചിടണം. ഇദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലും ഒരു മലയാളി സഹമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു രണ്ട് മലയാളികൾ സഹമന്ത്രിമാരാണെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും ഏത് വകുപ്പിലാണോ സഹമന്ത്രിമാരായിട്ട് പ്രവർത്തിക്കുന്നത് അതിൻ്റെ വകുപ്പ് മന്ത്രിമാർ വരുമ്പോൾ ഞാൻ ബോക്സ് വരയ്ക്കും. നിങ്ങളത് ഫോളോ ചെയ്യണം. ഓക്കെ. അടുത്തത് മൻസുഖ് എൽ മാണ്ഡവ്യ. കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡിക്ക് ചോദ്യമാണ്. ഓക്കെ. കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡിക്ക് ചോദ്യമാണ് മൻസുഖ് എൽ മാണ്ഡവ്യ. വകുപ്പുകളാണ്
ഉദ്യോഗം, തൊഴിൽ, യുവജനകാര്യം, കായികം. ഓക്കെ, ഉദ്യോഗം, തൊഴിൽ, യുവജനകാര്യം, കായികം. അതായത് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, യൂത്ത് അഫയേഴ്സ്, സ്പോർട്സ്. ഓക്കെ, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, യൂത്ത് അഫയേഴ്സ്, സ്പോർട്സ്. ഓക്കെ, കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, മന്ത്രിയുടെ പേരാണ് മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ, ഉദ്യോഗം, തൊഴിൽ, യുവജനകാര്യം, കായികം. ചോദിക്കും നിലവിലെ കേന്ദ്ര കായിക മന്ത്രി ആര്? മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ, അടുത്തത് ചിരാഗ് പാസ്വാൻ, ഭക്ഷ്യ സംസ്കരണ വ്യവസായം, ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അടുത്തത് ചന്ദ്രകാന്ത് രഘുനാഥ് പാട്ടീൽ, CR പാട്ടീൽ. ഓക്കെ, CR പാട്ടീൽ, ചന്ദ്രകാന്ത് രഘുനാഥ് പാട്ടീൽ. ഓക്കെ, വകുപ്പാണ് ജലശക്തി. ഇന്ത്യയിലെ എല്ലാ വീടുകളിലേക്കും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വകുപ്പാണ് ജലശക്തി വകുപ്പ്. ഓക്കെ, അപ്പോൾ ചന്ദ്രകാന്ത് രഘുനാഥ് പാട്ടീൽ വകുപ്പാണ് ജലശക്തി. അടുത്തത് വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് JP നദ്ദ, ജഗത് പ്രകാശ് നദ്ദ. ഓക്കെ, വകുപ്പുകളാണ് ആരോഗ്യം, കുടുംബക്ഷേമം, രാസവസ്തു, വളം. വകുപ്പുകളാണ് ആരോഗ്യം, കുടുംബക്ഷേമം, രാസവസ്തു, വളം. ഓക്കെ, ഹെൽത്ത്, ഫാമിലി വെൽഫെയർ, കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, ഹെൽത്ത്, ഫാമിലി വെൽഫെയർ, കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്. ക്ലിയർ ആണ്? മന്ത്രിയുടെ പേരാണ് ജഗത് പ്രകാശ് നദ്ദ. ആരോഗ്യം, കുടുംബക്ഷേമം, രാസവസ്തു, വളം. അടുത്തത് പീയൂഷ് ഗോയൽ, വാണിജ്യം, വ്യവസായം. പീയൂഷ് ഗോയലിന്റെ വകുപ്പുകളാണ് വാണിജ്യം, വ്യവസായം. അടുത്തത് സർബാനന്ദ സോനോവാൾ, വകുപ്പുകളാണ് തുറമുഖം, ഷിപ്പിംഗ്, ജലപാത. ഓക്കെ, തുറമുഖം, ഷിപ്പിംഗ്, ജലപാത. ഓക്കെ, പോർട്ട്, ഷിപ്പിംഗ്, വാട്ടർവേസ്. അടുത്തത് ജിതൻ റാം മാഞ്ചി, MSME. ഓക്കെ, ജിതൻ റാം മാഞ്ചി വകുപ്പാണ് MSME, ഫുൾ ഫോം ആണ് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. ഓക്കെ, അപ്പോൾ മന്ത്രിയുടെ പേരാണ് ജിതൻ റാം മാഞ്ചി, വകുപ്പാണ് MSME, ഫുൾ ഫോം ആണ് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. മലയാളമാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ. ഓക്കെ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മന്ത്രിയുടെ പേരാണ് ജിതൻ റാം മാഞ്ചി. അടുത്തത് കിഞ്ചറപ്പു രാമോഹൻ നായിഡു, സിവിൽ ഏവിയേഷൻ. ഓക്കെ, അപ്പോൾ മന്ത്രിയുടെ പേരാണ് കിഞ്ചറപ്പു രാമോഹൻ നായിഡു. ഓക്കെ, വകുപ്പാണ് സിവിൽ വ്യോമയാനം. ഓക്കെ, സിവിൽ വ്യോമയാനം, സിവിൽ ഏവിയേഷൻ. ഓക്കെ, സിവിൽ ഏവിയേഷൻ. ഓക്കെ, അടുത്തത് ജുവൽ ഓറം, ഗോത്രകാര്യം അല്ലെങ്കിൽ ആദിവാസി ക്ഷേമം. ഓക്കെ, ഗോത്രകാര്യം അല്ലെങ്കിൽ ആദിവാസി ക്ഷേമം, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഗോത്രകാര്യം അല്ലെങ്കിൽ ആദിവാസി ക്ഷേമം. ഓക്കെ, അടുത്തത് അശ്വനി വൈഷ്ണവ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ PSC പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മന്ത്രിയാണ് അശ്വനി വൈഷ്ണവ്. ഓക്കെ, റെയിൽവേ, വാർത്താ വിതരണ പ്രക്ഷേപണം. ഓക്കെ, ഇംഗ്ലീഷാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് IT. ഓക്കെ, അപ്പോൾ മുമ്പ് നമ്മുടെ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷത്തെ ദേവസ്വം ബോർഡ് പരീക്ഷ ചോദിച്ചു നിലവിലെ കേന്ദ്ര വിവരസാങ്കേതിക വകുപ്പ് മന്ത്രിയാര്? അശ്വനി വൈഷ്ണവ്. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ മലയാളമാണ് വിവരസാങ്കേതിക വകുപ്പ്. പുറത്ത് വെച്ചിരിക്കുക. റെയിൽവേ വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കും നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രിയാര്? അശ്വനി വൈഷ്ണവ്. ഓക്കെ, വാർത്താ വിതരണ പ്രക്ഷേപണം. ഓക്കെ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് IT. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇദ്ദേഹമാണ് അശ്വനി വൈഷ്ണവ്. ഫോട്ടോ എടുത്തിരിക്കുന്നത് പലരും പേര് കേൾക്കുമ്പോൾ സ്ത്രീയാണ് തെറ്റിദ്ധരിക്കാറുണ്ട്, പുരുഷനാണ്. ഓക്കെ, മുൻ IAS ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, മുൻ IAS ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹമാണ് അശ്വനി വൈഷ്ണവ്. അടുത്തത് ഭൂപേന്ദ്ര യാദവ്, പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. ഓക്കെ, പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. അടുത്തത് അന്നപൂർണ ദേവി, വനിതാ ശിശു വികസനം. അന്നപൂർണ ദേവിയാണ് വനിതാ ശിശു വികസനം, ചോദിക്കും. ഓക്കെ, നിലവിലെ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആര്? അന്നപൂർണ ദേവി. ഓക്കെ, അടുത്തത് ഹർദീപ് സിംഗ് പുരി, പെട്രോളിയം, പ്രകൃതിവാതകം, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. നമ്മുടെ ഇപ്പോഴത്തെ ആനുകാലിക സാഹചര്യത്തിൽ പഠിക്കാൻ പറ്റിയ മന്ത്രിയാണ്. നമ്മളെല്ലാ വീടുകളിലും നാച്ചുറൽ ഗ്യാസിന് വേണ്ടി കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പഠിക്കാൻ പറ്റിയ മന്ത്രിയാണ്. മന്ത്രിയുടെ പേരാണ് ഹർദീപ് സിംഗ് പുരി. ഓക്കെ, പെട്രോളിയം, പ്രകൃതിവാതകം ബോക്സിൽ വരച്ചിടുക. മലയാളി സഹമന്ത്രിയാണ്, ബോക്സിൽ വരച്ചിടുക. ഓക്കെ, അടുത്തത് G കിഷൻ റെഡ്ഡി, കൽക്കരി ഖനി. ഓക്കെ, കോൾ ആൻഡ് മൈൻസ്. കൽക്കരി ഖനി, കോൾ ആൻഡ് മൈൻസ്. ഓക്കെ ആണ്. ഇനി
നമ്മൾ ക്യാബിനറ്റ് മന്ത്രിമാരെ പഠിച്ചു തീർത്തു. അടുത്തതാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ചാർജ്. ഓക്കെ, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ 5 പേർ. എന്താ പ്രത്യേകത? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ അവരുടെ പ്രത്യേകത? ഈ കാറ്റഗറി പെടുന്ന ആളുകളുടെ പ്രത്യേകത എന്തെയാ? ക്യാബിനറ്റ് പദവി ഇല്ലാത്ത വകുപ്പ് മന്ത്രി. വകുപ്പിന്റെ മന്ത്രിയാണ്, പക്ഷെ എന്തില്ല? ക്യാബിനറ്റ് പദവിയില്ല. എല്ലാ അധികാരങ്ങളും ഉണ്ട്, വകുപ്പിന്റെ എല്ലാ അധികാരങ്ങളും ഉണ്ട്, പക്ഷേ ക്യാബിനറ്റ് പദവി കൊടുത്തിട്ടില്ല. അതാണ് പ്രത്യേകത. അതാണ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ചാർജ്, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി 5 പേർ. ഓക്കെ, ആദ്യം റാവു ഇന്ദ്രജിത് സിംഗ്. ഓക്കെ, റാവു ഇന്ദ്രജിത് സിംഗ് മന്ത്രിയുടെ പേരാണ് റാവു ഇന്ദ്രജിത് സിംഗ്. വകുപ്പുകളാണ് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, ആസൂത്രണം. സ്റ്റാറ്റിസ്റ്റിക്സ് മലയാളമാണ് സ്ഥിതി വിവര കണക്കുകൾ. സ്ഥിതി വിവര കണക്കുകൾ. പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മലയാളമാണ് പദ്ധതി നടത്തിപ്പ്. പദ്ധതി നടത്തിപ്പ്. ആസൂത്രണം ഇംഗ്ലീഷാണ് പ്ലാനിങ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ നീതി ആയോഗ് കേട്ടിട്ടുണ്ടോ? നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ആസൂത്രണ കമ്മീഷന് പകരം വന്ന സംവിധാനമാണ് നീതി ആയോഗ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ നീതി ആയോഗ് പ്രവർത്തിക്കുന്നത് ഈ പ്ലാനിംഗ് വകുപ്പിന്റെ അണ്ടറിലാണ്. ഓക്കെ, അപ്പോൾ ചോദിക്കും, നിലവിലെ കേന്ദ്ര ആസൂത്രണ മന്ത്രി ആര്? റാവു ഇന്ദ്രജിത് സിംഗ്. അപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്, അതായത് നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പലരും അത് അറിയാം. അതുകൊണ്ട് PSC ക്വസ്റ്റ്യൻ നാളെ ചോദിക്കും, നിലവിലെ കേന്ദ്ര ആസൂത്രണ മന്ത്രിയാർ. അപ്പോൾ നമ്മൾ ആലോചിക്കും, ആസൂത്രണ കമ്മീഷന് പകരം വന്ന സംവിധാനമാണ് നീതി ആയോഗ്, അതിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും. അങ്ങനെ തിരിച്ച് എഴുതരുത്. നമ്മുടെ ആസൂത്രണ വകുപ്പിന് പ്രത്യേക മന്ത്രിയുണ്ട്, മന്ത്രിയുടെ പേരാണ് റാവു ഇന്ദ്രജിത് സിംഗ്. ക്ലിയർ ആണ്? ഓക്കെ, അടുത്തത് അർജുൻ റാം മേഘ്വാൾ, നിയമം നീതിന്യായം. വളരെ വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. നിലവിലെ കേന്ദ്ര നിയമം നീതിന്യായ മന്ത്രിയാണ് അർജുൻ റാം മേഘ്വാൾ. ഓക്കെ, ഇംഗ്ലീഷാണ് ലോ ആൻഡ് ജസ്റ്റിസ്. ലോ ആൻഡ് ജസ്റ്റിസ്. കഴിഞ്ഞ തവണ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. 2ാം നരേന്ദ്രമോദി സർക്കാരിൽ ഇദ്ദേഹം ഇതേ വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്, ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. 3ാം നരേന്ദ്രമോദി സർക്കാരിൽ ഇദ്ദേഹത്തിന് ഇതേ വകുപ്പ് കൊടുത്തു, പക്ഷേ ക്യാബിനറ്റ് സ്ഥാനം മാറ്റിയിട്ട് എന്താക്കി? ആ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാക്കി മാറ്റി. ക്ലിയർ ആണ്? ഓക്കെ, അടുത്തത് ജയന്ത് ചൗധരി, നൈപുണ്യ വികസനം സംരംഭകത്വം. ഓക്കെ, സ്കിൽ ഡെവലപ്മെന്റ് എന്റർപ്രണർഷിപ്പ്. ഓക്കെ, മന്ത്രിയുടെ പേരാണ് ജയന്ത് ചൗധരി. വകുപ്പുകളാണ് നൈപുണ്യ വികസനം സംരംഭകത്വം. ഓക്കെ, സ്കിൽ ഡെവലപ്മെന്റ് എന്റർപ്രണർഷിപ്പ്. അടുത്തത് ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, ഭൗമശാസ്ത്രം. ഓക്കെ, എന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജി, എർത്ത് സയൻസ്. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി, എർത്ത് സയൻസ്. സയൻസ് ആൻഡ് ടെക്നോളജി, എർത്ത് സയൻസ്. ഓക്കെ, വകുപ്പുകളാണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. വകുപ്പുകളാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, ഇംഗ്ലീഷാണ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. ചോദിക്കും, നിലവിലെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ആര്? ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതിക ഇംഗ്ലീഷാണ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇനി ഭൗമശാസ്ത്രം ഇംഗ്ലീഷാണ്, എർത്ത് സയൻസ്. ഓക്കെ, അടുത്തത് ജാദവ് പ്രതാപ് റാവു ഗണപതി റാവു. മന്ത്രിയുടെ പേരാണ് ജാദവ് പ്രതാപ് റാവു ഗണപതി റാവു. വകുപ്പാണ് ആയുഷ്. ആയുഷിന്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എ സൂചിപ്പിക്കുന്നത് ആയുർവേദ, Y സൂചിപ്പിക്കുന്നത് യോഗ ആൻഡ് നാച്ചുറോപ്പതി, U യുനാനി, S സിദ്ധ, H ഹോമിയോപ്പതി. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ആയുഷിന്റെ ഫുൾ ഫോമാണ് ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. അതായത് അലോപ്പതി ഒഴികെയുള്ള ചികിത്സാ രീതികൾ. ഓക്കെ, അലോപ്പതി ഒഴികെയുള്ള ചികിത്സാ രീതികൾ. അലോപ്പതി ഒഴികെയുള്ള ചികിത്സാ രീതികൾ അറിയപ്പെടുന്ന പേരാണ് ആയുഷ്. ക്ലിയർ ആണ്? ഓക്കെ, ഇനി മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് സഹമന്ത്രിമാർ 36 പേർ. ഓക്കെ, അപ്പോൾ മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് സഹമന്ത്രിമാർ 36 പേര് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ 36 പേരാണ് സഹമന്ത്രിമാരായിട്ടുള്ളത്. ഇതിൽ 2 മലയാളികൾ. നിങ്ങൾ അവരെ പറ്റിയാണ് കൂടുതൽ അറിയേണ്ടത്, അതാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. 2 മലയാളികൾ പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള 2 മലയാളികളും സഹമന്ത്രിമാരാണ്. ചോദിക്കും, കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള 2 മലയാളികളും കേന്ദ്രമന്ത്രിമാരിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? സഹമന്ത്രിമാർ. ഓക്കെ, അപ്പോൾ മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് സഹമന്ത്രിമാർ 36 പേരുണ്ട്. അതിൽ 2 പേര് മലയാളികളാണ്. നമുക്ക് അവരെ പറ്റി അറിഞ്ഞിരിക്കണം. ഓക്കെ, സുരേഷ് ഗോപി. ഓക്കെ, സുരേഷ് ഗോപി. ഇപ്പൊ ചോദിക്കും, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിമാരിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? സഹമന്ത്രി. വകുപ്പുകളാണ്
പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ കുറച്ച് പേരുടെ പേര് ബോക്സിൽ വരച്ചിട്ടു. അന്ന് അപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്താണ് നമ്മുടെ മലയാളികൾ സഹമന്ത്രിമാരായിട്ട് പ്രവർത്തിക്കുന്ന വകുപ്പുകളാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. അപ്പോൾ നമ്മൾ പറഞ്ഞു സഹമന്ത്രിയാണെന്ന് പറഞ്ഞു, അതിനർത്ഥം എന്താണ്? അപ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ പെട്രോളിയത്തിൻ്റെയും പ്രകൃതിവാതകത്തിൻ്റെയും വകുപ്പ് മന്ത്രിയാണ് ഹർദീപ് സിംഗ് പുരി, നമ്മൾ നേരത്തെ പറഞ്ഞു ബോക്സിനകത്ത് വരച്ചിട്ട്. ഓക്കെ, അടുത്തത് ടൂറിസത്തിൻ്റെ വകുപ്പ് മന്ത്രിയാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, നമ്മൾ അവിടെ ബോക്സിൽ വരച്ചിട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ വകുപ്പ് മന്ത്രിമാരും സഹമന്ത്രിമാരും വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി സഹമന്ത്രിയാണെന്ന് പറഞ്ഞു. തൃശ്ശൂരിൽ നിന്നുള്ള ലോക്സഭാംഗം പരീക്ഷയ്ക്ക് ചോദിക്കും. സുരേഷ് ഗോപി ഏത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ മെമ്പറാണ്? തൃശ്ശൂർ. ക്ലിയർ ആണ്? ഓക്കെ, അടുത്തത് ജോർജ് കുര്യൻ. അടുത്ത മലയാളിയാണ് ജോർജ് കുര്യൻ, അദ്ദേഹവും സഹമന്ത്രിയാണ്. ജോർജ് കുര്യൻ സഹമന്ത്രിയാണ്. വകുപ്പുകളാണ് ന്യൂനപക്ഷ കാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. ഓക്കെ, അപ്പോൾ സഹമന്ത്രിയാണെന്ന് പറഞ്ഞു. അപ്പോൾ വകുപ്പ് മന്ത്രിമാരെ പറ്റി അറിഞ്ഞിരിക്കണം, നമ്മൾ നേരത്തെ ബോക്സിനകത്ത് വരച്ചിട്ടു, മുമ്പ് ബോക്സിൽ വരച്ചിട്ടു. അപ്പോൾ ന്യൂനപക്ഷ കാര്യത്തിൻ്റെ വകുപ്പ് മന്ത്രിയാണ് കിരൺ റിജിജു. ന്യൂനപക്ഷ കാര്യത്തിൻ്റെ വകുപ്പ് മന്ത്രിയാണ് കിരൺ റിജിജു, നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഓക്കെ, വകുപ്പ് മന്ത്രിയാണ് രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലാലൻ സിംഗ്, നമ്മൾ നേരത്തെ അവിടെ പഠിച്ചു. ഓക്കെ, അപ്പോൾ 2 മലയാളികളും സഹമന്ത്രിമാരാണ്, അവരുടെ വകുപ്പുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ ജോർജ് കുര്യൻ വകുപ്പുകളാണ് ന്യൂനപക്ഷ കാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, സഹമന്ത്രി. ഓക്കെ, ഇനി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പറാണ്. ചോദിക്കും, ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തു നിന്നുള്ള രാജ്യസഭാ മെമ്പറാണ്? മധ്യപ്രദേശ്. കേരളം ഒന്നും എഴുതരുത്, ചില പരീക്ഷ ചോദിക്കും. ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തു നിന്നുള്ള രാജ്യസഭാ മെമ്പറാണ്? 4 ഓപ്ഷൻ തരും, അതൊന്ന് കേരളമായിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കും, ജോർജ് കുര്യൻ കോട്ടയത്തുകാരനാണ്, അപ്പോൾ എന്താ സംശയം? കേരളം. തെറ്റരുത്, കേരളം കറുപ്പിക്കരുത്. അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പറാണ്. ഒരാൾക്ക് കേന്ദ്രമന്ത്രിയാകണമെങ്കിൽ ഒന്നുകിൽ ലോക്സഭാംഗമായിരിക്കണം, അല്ലെങ്കിൽ രാജ്യസഭാംഗമായിരിക്കണം. അങ്ങനെ അദ്ദേഹത്തിനെ മധ്യപ്രദേശ് വഴി രാജ്യസഭാ മെമ്പറാക്കി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പറാണ്. ക്ലിയർ ആണ്? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ. എല്ലാം അറിഞ്ഞിരിക്കണം, എല്ലാം പ്രധാനപ്പെട്ടതാണ്. അവിടെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം, എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു, എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ്റെ പ്രത്യേകതകൾ, ഇനി എത്ര മലയാളികളുണ്ട്, അവർ ഏത് വിഭാഗത്തിൽപ്പെടുന്ന, എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അവരുടെ വകുപ്പുകൾ അറിഞ്ഞിരിക്കണം, എല്ലാം പ്രധാനപ്പെട്ടതാണ്. 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പല ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരും വീഡിയോസ് കാണാറുണ്ട്, പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ്, ഏറ്റവും പുതിയ വേക്കൻസികൾ, പുതിയ സിലബസുകൾ, പുതിയ പുതിയ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഏറ്റവും മികച്ച നമ്മുടെ PSCയുമായി ബന്ധപ്പെട്ട എല്ലാ പുതിയ വിവരങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. മാത്രമല്ല, നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ട്സൊക്കെ അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മാത്രമല്ല നമ്മുടെ ആപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിനകത്താണെങ്കിൽ ഏറ്റവും പുതിയ ഇൻ്റർഫേസ് ആണുള്ളത്. ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്കാണെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടൊക്കെ പഠിക്കാനുള്ള സംവിധാനമൊക്കെ അതിനകത്തുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനൊക്കെ സംവിധാനമൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.